പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ഈ സിന്ധു നദീജല കരാർ? പരിശോധിക്കാം. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. സിന്ധു നദിയും പോഷക നദികളായ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയും ചേർന്നാണ് ഇൻഡസ് റിവർ സിസ്റ്റം ആകുന്നത്. ഈ ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ ജലം പങ്കിട്ടെടുക്കുവാനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1960 സെപ്റ്റംബർ 19 ഒപ്പുവച്ച കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി പ്രസിഡന്റ് അയൂബ് ഖാനും ഒപ്പുവച്ച ഈ കരാറിൽ 12 ആർട്ടിക്കിളുകളും 8 അനക്സറുകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളുടെ ജലം ഉപയോഗിക്കുവാനുള്ള അവകാശം ഇന്ത്യക്കാണ്. പടിഞ്ഞാറൻ നദികളായ ഇൻഡസ്, ചലം, ചിനാബ് എന്നീ നദികളുടെ വെള്ളം പാകിസ്ഥാന് സ്വന്തം. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു ത്രിതല സംവിധാനം സിന്ധു നദീജല കരാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷനാണ്. രണ്ടാമത്തേത് വേൾഡ് ബാങ്കിന്റെ ഒരു ന്യൂട്രൽ എക്സ്പെർട്ടാണ്. മൂന്നാമതായി ഒരു കോർട്ട് ഓഫ് ആർബിട്രേഷനും ഉണ്ട്. വേൾഡ് ബാങ്കിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന റോബർട്ട് യൂജിൻ ബ്ലാങ്കിന്റെ മധ്യസ്ഥതയിലാണ് സിന്ധു നദീജല കരാർ പിറക്കുന്നത്. ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകുന്നത് പാകിസ്ഥാന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രഹരമാണ്. കരാർ പ്രകാരം ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ 80% ജലവും ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. കാർഷിക വൈദ്യുത ആവശ്യങ്ങൾക്ക് പാകിസ്ഥാൻ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും ജലമാണ്. അതുകൊണ്ട് തന്നെ ഈ കരാറിൽ നിന്ന് പിന്മാറാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട.